ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള സർക്കാർ ഒരു മരുന്നിന് കൂടി അതിന്റെ വില പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുകയാണ്. അത് ഹീമോഫീലിയ എന്ന രോഗത്തിനാണ്. ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന്റെ എമിസിസുമാബ് എന്ന വിലയേറിയ മരുന്നാണ് ചരിത്രത്തിൽ ആദ്യമായി സൗജന്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം സൗജന്യമായി കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ്. എമിസിസുമാബ് ലഭ്യമാക്കുന്നതോടെ പൂർണ്ണമായും രക്തസ്രാവം ഇല്ലാതാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. 2019 ആലുവ ഹീമോഫീലിയ സെന്ററിലെ 2 പേർക്കാണ് കേരളത്തിൽ ആദ്യമായി എമിസിസുമാബ് ചികിത്സ തുടങ്ങിയത്. 2022 ആശാധാര പദ്ധതിയുടെ ഭാഗമായി ആന്റിബോഡിയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുത്തു. ആലുവയിൽ 13 പേർക്ക് നിലവിൽ എമിസിസുമാബ് നൽകുന്നുണ്ട്. അവർക്ക് ഇതുവരെയും രക്തസ്രാവം വന്നിട്ടില്ലെന്ന് സെന്റർ മേധാവിയായിട്ടുള്ള ഡോക്ടർ എൻ വിജയകുമാർ പറഞ്ഞിരിക്കുകയാണ്. രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേരള സർക്കാരിന്റെ ഈ സൗജന്യമാക്കുന്നതിലുള്ള തീരുമാനം. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ജനിതക പ്രശ്നങ്ങൾ മൂലം രക്തം കട്ട പിടിക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടർ 8, 9 എന്നിവ ഇല്ലാതിരിക്കുകയോ അളവ് കുറഞ്ഞിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ രോഗാവസ്ഥ വന്നു ചേരുന്നത്. രക്തഘടകങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രോഫിലാക്സിസ് ചികിത്സ രോഗികളിലെ രക്തസ്രാവം കുറയ്ക്കുമെങ്കിലും വർഷത്തിൽ 5-1 തവണയെങ്കിലും രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. കൃത്യമായ ചികിത്സ ലഭിക്കാത്ത കുട്ടികളിൽ ഭിന്നശേഷി സാധ്യതയും വളരെയേറെയാണ്. ഇതിന് പരിഹാരമായാണ് എമിസിസുമാബ് എന്ന മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.